നമസ്കാരം, പവർ പോയിന്റിലേക്ക് സ്വാഗതം. കഞ്ചിക്കോട് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ മദ്യ ഉൽപാദനശാലയ്ക്ക് പിണറായി സർക്കാർ അനുമതി നൽകിയത് വലിയ വിവാദത്തിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വലിയ അഴിമതിയാണ് നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. രേഖകൾ സഹിതമാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മന്ത്രിസഭ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുമ്പോൾ എന്താണ് ഇതിനുള്ള മാനദണ്ഡം? ഒയാസിസ് കമ്പനിക്ക് മാത്രം എന്തുകൊണ്ട് നൽകി? കുടിവെള്ളക്ഷാമം രൂക്ഷമായി നേരിടുന്ന പാലക്കാടാണ് ഇത് സംഭവിച്ചത് എന്ന് ഓർക്കണം. ജനത്തിന് കുടിവെള്ളം നൽകേണ്ടതിന് പകരം കുടിവെള്ളം നൽകുന്നത് മദ്യ ഉൽപ്പാദനത്തിനായി എന്നതാണ് ഈ യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിൽ നയപരമായി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തില്ല എന്ന അഭിപ്രായം ഉയരുമ്പോഴും ഇത് സംബന്ധിച്ച് യാതൊരു മാറ്റവുമില്ല, മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ CPM-ന് ഇക്കാര്യത്തിൽ എന്താണ് പങ്ക്, എന്ത് കിട്ടി എന്ന ചോദ്യത്തിനും അവർ മറുപടി പറയേണ്ടതുണ്ട്. ഈ വിഷയമാണ് പവർ പോയിന്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് രജിത് രവീന്ദ്രൻ, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ P. ശ്രീകുമാർ, അതോടൊപ്പം ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. ആദ്യം രജിത് രവീന്ദ്രനിലേക്ക്. രജിത്ത്, കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്യുകയാണ് ഈ ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് മദ്യനിർമ്മാണശാല അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം. വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഈ ബ്രൂവറി അനുവദിച്ചതിന് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും കോടിക്കണക്കിന് രൂപ കൈമാറിയെന്ന് സംശയം അണിയറയിൽ ഇക്കാര്യത്തിൽ ഉണ്ടുതാനും. എന്തുകൊണ്ടാണ് ഒയാസിസ് എന്ന കമ്പനിക്ക് അനുമതി നൽകിയത്? അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇത് സംബന്ധിച്ച് ഉയരുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ പ്രദേശം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് 5 കോടി ലിറ്റർ വെള്ളം പ്രതിവർഷം നൽകാനുള്ള ഒരു ധാരണയിൽ കൂടി എത്തുമ്പോൾ ജനത്തെ മറന്നുകൊണ്ടുള്ള ഈ വികസനം, ഒപ്പം തന്നെ മറ്റൊരു വശം കൂടി അതിനോട് മദ്യം ഒഴുക്കുക എന്ന രീതിയിലുള്ള മറ്റൊരു വശം കൂടി ഇക്കാര്യത്തിലുണ്ട്. എങ്ങനെ കാണുന്നു? ഈ പറയുന്ന ഒയാസിസ് കമ്പനി ആ സമയത്ത് CPM-ന് വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രചരണത്തിനാണ് കോടികളാണ് അവിടെ ഒഴുക്കിയത്, ഒപ്പം മദ്യവും. അവിടെ ആ സ്ഥലത്ത് തന്നെ ഉള്ള നിരവധി രാഷ്ട്രീയ നേതാക്കൾ, ഇതര പാർട്ടി നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും MP രാജേഷ് എന്ന മന്ത്രി ഈ വിഷയത്തിലൊരു മറുപടി പോലും പറയാതെയാണ് അന്ന് നിയമസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഈ ചർച്ച വരുന്ന സമയം, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചർച്ച വരുന്ന ദിവസം തന്നെ അദ്ദേഹം നിയമസഭയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. വ്യക്തമായും ഇതിനകത്തൊരു ധാരണയുണ്ട്. ഈ മദ്യക്കമ്പനിയായ ഒയാസിസ് ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് നാട്ടുകാർക്ക് കൊടുത്തിരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു കോളേജ് വരാൻ പോവുകയാണ് എന്നതാണ് ആ പ്രദേശവാസികൾക്ക് അറിയാമെന്നുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പിന്നിൽ ഒരു കോളേജ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന സ്ഥാപനം മറ്റൊരു സ്ഥാപനമാണ്. അവിടെ ഒരു 24 ഏക്കറോളം വരുന്ന സ്ഥലമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിന് പോലും ഈ ബ്രൂവറി വരികയാണ് എന്ന് അറിയില്ല. ഈ വ്യാവസായിക വകുപ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാരോട് ഓൺലൈനിൽ 6 മാസം മുമ്പ് ഇത് നാട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടോ എന്ന് ഒരു ഓൺലൈനിൽ ചോദിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും അറിയില്ല. പഞ്ചായത്ത് അറിഞ്ഞു വേണമെന്നില്ല ഈ ഒരു വലിയ 600 കോടി രൂപയുടെ പദ്ധതിയൊക്കെ അവിടെ നടപ്പിലാക്കി കൊണ്ടുവരുന്നതിനൊക്കെ. അപ്പോൾ അല്ലാതെ തന്നെ വ്യാവസായിക വകുപ്പ് വഴി പോകാം. എന്നാൽ പോലും അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകട്ടെ, ജനപ്രതിനിധികളാകട്ടെ, ആരും അറിയാതെ 24 മണിക്കൂർ കൊണ്ട് പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഇത് പാസ്സാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകൾ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം CPIക്ക് വിരുദ്ധ നിലപാടാണ്. അപ്പോൾ കൃത്യമായി MP രാജേഷിൻ്റെ ഇടപെടൽ അവിടെ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന വയനാട്ടുകാരൻ നോക്കുകയാണ്, മാധ്യമങ്ങളിലൂടെ എല്ലാം അവൻ ഇത് കാണുകയാണ്. കോടതിയിൽ പോയി അവന് നഷ്ടപ്പെട്ടതിന് വേണ്ടി സർക്കാരിൽ നിന്നും തുക നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കരയുന്ന അവസ്ഥയിലാണ് വയനാട്ടുകാരൻ നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഈ അനാവശ്യമായ ഒരു പദ്ധതിക്ക് ഇത്രത്തോളം
വലിയ പ്രാതിനിധ്യം കൊടുക്കുകയും അത് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് സർക്കാർ അത് പാസ്സാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ പിന്നെ ഒയാസിസ് തുടങ്ങാൻ പോകുന്ന മദ്യശാലയ്ക്ക് ചുറ്റളവിൽ ഈ സർക്കാർ ഇതുവരെ ജൽജീവൻ പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കാൻ പോകുന്നത്? അവർ മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം കയ്യേറാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മലമ്പുഴ ഡാമിൽ കയ്യേറി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടാവസ്ഥ എങ്ങനെയാണ്? അവിടെയുള്ള കർഷകരെ ബാധിക്കും, സാധാരണ പഞ്ചായത്തുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പോകുന്ന വെള്ളത്തിനെ ബാധിക്കും. ഇതൊരു ചൂഷണമായി മാറും. 1,00,000 ലിറ്ററൊക്കെ അവിടെ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുക. 1,00,000 ലിറ്ററൊക്കെയാണ് അവിടെ ദിവസവും ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ളതിൽ തന്നെ പിന്നെ മറ്റ് ഡിസ്റ്റിലറികളിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊന്നും നടക്കുന്നില്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ജനങ്ങളുടെ പിന്നെ ജലവും അവൻ്റെ പിന്നെ പ്രകൃതി കൊടുത്തിരിക്കുന്ന സ്വത്തും കയ്യേറാൻ കമ്പനികൾ ഇങ്ങനെ ഇത്തരത്തിൽ സർക്കാരിനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി ജനവികാരമുണ്ടാകും. ജനത്തിനറിയാതെ മറ്റ് വശങ്ങളെക്കുറിച്ച് മാത്രം അവരിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങാം, അവരിൽ നിന്നും മറ്റേ കോൺ വാങ്ങാം, ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഒരു മറുവശമുണ്ടാക്കി അതിൽ കുറേ PR പബ്ലിസിറ്റിയും കൊടുത്ത് അവിടെ വലിയധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് മറ്റ് മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുകയാണ്. ഇത് ഇവിടെ പറഞ്ഞതുപോലെ MP രാജേഷ് വഴി ആണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷം അല്ലെങ്കിൽ ആരോപിക്കുന്നത് പ്രധാനമായും മുഖ്യമന്ത്രി ആണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. അതിന് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, ക്യാബിനറ്റിൽ മന്ത്രിസഭ ഇത് തീരുമാനമെടുക്കുന്നു. പുറത്ത് അറിയാൻ കഴിഞ്ഞത് ജില്ലയിലെ മന്ത്രി കൂടിയായ കൃഷ്ണൻകുട്ടി പോലും ഇത് ക്യാബിനറ്റിൽ അജണ്ടയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് എന്നാണ് വിശദീകരണം. അങ്ങനെയെങ്കിൽ മന്ത്രിസഭ നയപരമായ ഇടതുമുന്നണി തീരുമാനമെടുക്കാതെ അവിടെ ചർച്ച ചെയ്യാതെ ഇത്തരം ഒരു വലിയ ബഹുരാഷ്ട്ര കമ്പനി, മദ്യ കമ്പനിക്ക്, ഇന്ത്യയിലെ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയാണ്, ഡൽഹി മദ്യ നയത്തിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ഇതിൻ്റെ MD-യിൽ ഒരാളായ ഗൗതം മൽഹോത്ര. അത്തരത്തിൽ കരിമ്പട്ടികയിലുള്ള ഒരു കമ്പനിക്ക് പഞ്ചാബിൽ ജലസ്രോതസ്സുകൾ മലിനമാക്കിയതിൻ്റെ പേരിൽ അവിടെ നിരോധിക്കപ്പെട്ട ഒരു കമ്പനിക്ക് ഇവിടെ പാലക്കാട് അനുമതി നൽകുമ്പോൾ ഇതിന് പിന്നിൽ അഴിമതി അല്ലാതെ മറ്റെന്താണുള്ളത്? ഇതിൻ്റെ അകത്ത് 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന് വിശ്വാസ വഞ്ചനയുണ്ട് ഇതിൻ്റെ അകത്ത്, അതുപോലെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്, ഒപ്പം അഴിമതി. ഇതിൽ മുഴച്ചു നിൽക്കുന്നത് അഴിമതി തന്നെയാണ്. മാത്യു പറഞ്ഞതുപോലെ അഴിമതി തന്നെയാണ്. കാരണം ഈ ഒയാസിസ് എന്ന കമ്പനിയുടെ ചരിത്രം നിങ്ങൾ കുറച്ച് പറഞ്ഞു. ഇൻഡോർ ആസ്ഥാനമായ കമ്പനിയാണ്. ഈ വിവാദമായ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഡൽഹിയിലെ അഴിമതിക്കകത്ത് പ്രധാന പ്രതിസ്ഥാനത്ത് നിന്നൊരു സ്ഥാപനം പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ മോശമാണ്, അല്ലെ കൊള്ളില്ല എന്ന് കണ്ടിട്ട് കേസുകളും അതുപോലെ നിയമ നടപടികളൊക്കെ നേരിടുന്ന സ്ഥാപനം കേരളം പോലുള്ള ഇത്രയുള്ള വിജിലൻ്റായിട്ടുള്ള ഒരു ഭരണപക്ഷവും പ്രതിപക്ഷമുള്ള സ്ഥലത്തേക്ക്, അതുപോലെ തന്നെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ പേരും കൂടി ഈ ഡീലിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഡൽഹി മദ്യനയ കേസിൽ CBI അറസ്റ്റ് 100 ദിവസം കസ്റ്റഡിയിൽ ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത. അതാ ഞാൻ പറയും, ഈ നെക്സസിലെ നമ്മൾ BJP വിരുദ്ധതയ്ക്ക് വേണ്ടി ഇവരൊക്കെ ആഞ്ഞുതൊള്ളി നമ്മളെല്ലാം കണ്ടല്ലോ. BJPയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരെല്ലാം കൂടെ അന്ന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവരന്ന് എന്തെല്ലാം ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് പ്രതികരിച്ചത്, നമ്മുടെ കേരളത്തിലെ CPM നേതാക്കൾ പ്രത്യേകിച്ച്. അതിനൊക്കെ കാരണം ഇങ്ങനെയാണ്, അണ്ടർ ഡീലാണ് ഇതെല്ലാം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്തരം ധാരാളം ഡീലേഴ്സുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായെന്നേ ഉള്ളൂ, ഒരു റിസൾട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ എന്താ പ്രശ്നം? ശരിക്കും 2016 ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടനപത്രികയിലെ പറഞ്ഞ കാര്യങ്ങളുള്ള വഞ്ചനയാണിത്. അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ മദ്യനിരോധനം ഏർപ്പെടുത്തും, മദ്യം ഉപയോഗത്തിനെതിരെ ജനങ്ങളെ ജാഗരൂകരാക്കും, ഇങ്ങനെയൊക്കെ ആ പ്രകടന പത്രികയിലുള്ള ഒരു ഇതായിരുന്നു. അതെല്ലാം കാറ്റിപ്പകർത്തി. അത് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഇതിനകത്ത് ഈ നടപടിയിലൂടെ നമുക്ക് കൃത്യമായി തെളിയുന്നത്. ആ ഒരു വിശ്വാസം ജനങ്ങളുള്ള പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വിശ്വാസം വഞ്ചിച്ചു. ഒപ്പം അവിടുത്തെ നാട്ടുകാരെ വഞ്ചിച്ചു. അവിടുത്തെ പഞ്ചായത്ത്, ഇവിടെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ അവിടുത്തെ പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല, പഞ്ചായത്തിനെ കളിപ്പിച്ചു. നിയമപരമായിട്ട് പഞ്ചായത്ത് അറിയാതെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഇത്ര വലിയ പ്രൊജക്റ്റുകൾ നടപ്പാക്കാം. പക്ഷേ അതല്ല മര്യാദ. നമ്മുടെ കേരളം പോലെ സംസ്ഥാനത്ത് അഫക്റ്റഡ് ആൾക്കാരായുള്ള നാട്ടുകാർ കഴിഞ്ഞുകൂടാ, പഞ്ചായത്തിന് കഴിഞ്ഞുകൂടാ. ഇനി വാട്ടർ അതോറിറ്റിയെ പോലും വിളിപ്പിച്ചു എന്നാണ് ഇപ്പം വരുന്ന റിസൾട്ട്. വാട്ടർ അതോറിറ്റി പോലും പ്രോപ്പർ വേയിൽ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഗതി, ഇങ്ങനെ വാട്ടർ യൂസ് ചെയ്യുന്ന സംഗതി. ഇതാണ് വാട്ടർ ഭൂഗർഭജലം ഊറ്റുന്നതിൻ്റെ പേരിൽ പ്ലാച്ചിമടക്കൊക്കെ. അതാ പറഞ്ഞ ഇപ്പം ഇതേ ഇടതുമുന്നണിയോടൊപ്പം നമുക്കറിയാം കേരളം മുഴുവൻ ചർച്ച ചെയ്ത, കേരളം മുഴുവൻ വളരെ അഗ്രസീവായിട്ട് മാസങ്ങളോളം നീണ്ടുന്ന സമരത്തിന് സാക്ഷ്യം വഹിച്ച പ്ലാച്ചിമട, അത് മദ്യമായിരുന്നില്ല,
അതൊരു ലിക്വിഡ് ഒക്കെ കൊക്കക്കോളയായിരുന്നു. ആ കൊക്കക്കോള കമ്പനിക്കെതിരെ നമ്മുടെ സമരം നമ്മൾ ചരിത്രമാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമരം നടത്തിയ കേരളമാണ്. അത്രയൊരു സമരവേദിയായ പാലക്കാടാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. കാരണം ഈ പാലക്കാട് ഇവിടെ സുഹൃത്ത് പറഞ്ഞതുപോലെ അതിരൂക്ഷമായ ശുദ്ധജല പ്രശ്നം നേരിടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. പാലക്കാടിൻ്റെ ചില ബോർഡറുകളിലൊക്കെ ഈ വെള്ളമില്ലാതെ മാസങ്ങളോളം വെള്ളമുണ്ട്. ടാങ്കറുകളിലും ഒക്കെ കൊണ്ട് അടിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെയൊക്കെ മണ്ഡലത്തിൽ നമുക്കറിയാം, നിയമസഭയിലൊക്കെ അത് ചർച്ച വരാറുള്ളതാണ്. ഒരു രക്ഷയിലും ഈ കുടിവെള്ളം കിട്ടാത്ത ഒത്തിരി മാസങ്ങളോളം കഴിയുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഊറ്റിക്കൊണ്ടുപോകാൻ ഒരു അനുമതി കൊടുത്തു എന്നുള്ളത് അതിനകത്ത് യുക്തി എന്താണ്? പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ത് കിട്ടി, എത്ര കിട്ടി, ആർക്കൊക്കെ കിട്ടി എന്ന കാര്യത്തിൽ ആണ് ഇവിടെ ചോദ്യം വരുന്നത്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയുടെ നേതാവാണ് താങ്കൾ. പക്ഷേ മുന്നണിയിൽ ഇക്കാര്യം നയപരമായി ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയിൽ അന്ന് ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടെന്നത്. ഇങ്ങനൊരു തീരുമാനമുണ്ട് അറിയുന്നത് മന്ത്രിമാർ തന്നെ ഈ യോഗത്തിലാണ്. അത്തരത്തിലാണ് അവസ്ഥ. CPI ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരെയും മറച്ചു വെച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു നയത്തിലേക്ക് പിണറായി സർക്കാർ പോയത്? രണ്ടാമത്, ഈ ഒയാസിസ് എന്ന കമ്പനിക്ക് മാത്രം എങ്ങനെ കിട്ടി? ഇവിടെ ഇങ്ങനൊരു ഡിസ്റ്റിലറി തുടങ്ങുന്ന കാര്യം അല്ലെങ്കിൽ മദ്യോൽപാദനശാല ആരംഭിക്കുന്ന കാര്യം ഇവർക്ക് മാത്രം എങ്ങനെ അനുമതി കിട്ടി? ബാക്കിയുള്ള മദ്യനിർമ്മാണ കമ്പനികൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇവിടെ രജീഷ് സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായും CPMൻ്റെ ഫണ്ടറായിരുന്നു ഈ കമ്പനി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നോക്കൂ മാത്യു, ഇവിടെ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 2023-24 മദ്യനയം ഇവരൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കും. ആ മദ്യനയത്തിൽ പുതിയ ഡിസ്റ്റിലറികളും ബ്രൂവറികളും വരണം എന്നുള്ള മദ്യനയം തിരുത്തിക്കൊണ്ട് തന്നെ വന്നിട്ടുള്ളൂ. അതിൽ ഒളിച്ചുവയ്പ്പൊന്നുമില്ല. ഇപ്പം പുതിയ വ്യവസായങ്ങൾ നോക്കൂ. നമ്മൾ പാലക്കാട് എന്നുള്ളത് പാലക്കാട് ഈ കമ്പനി ഇപ്പം തുടങ്ങുമ്പോഴത്തേക്ക് 0% വേസ്റ്റേജാണ്. അവർ ഒരു കാരണവശാലും അവർ ഭൂഗർഭ ജലം ഉപയോഗിക്കുന്നില്ല. ഇപ്പം വാട്ടർ അതോറിറ്റിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ എന്ന് പറയുന്നത് 95 MLD വെള്ളം നമ്മൾ കിൻഫ്രയ്ക്ക് കൊടുക്കുന്നു. അതിൽ 10 MLD വെള്ളം ഇവർക്ക് കൊടുക്കണം എന്ന് കിൻഫ്രയാണ് ചെയ്യേണ്ടത്. അത് ജലസേന വകുപ്പല്ല. അപ്പം അതുവഴിയാണ് ഇവർക്ക് വെള്ളം എത്തിക്കുന്നത്. ഇവിടെയാണ് അഴിമതി വരുന്നത്. 650 കോടി രൂപയ്ക്ക് ഒരു വ്യവസായം തുടങ്ങുന്ന ഒരു വ്യവസായിയുടെ അടുത്ത് നമ്മൾ പറയണോ അത് തുടങ്ങണ്ടെന്ന്? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ് സുതാര്യമില്ലയെന്ന്. സുതാര്യമില്ലയെന്ന് വെച്ചാൽ ഒരു വ്യവസായം തുടങ്ങാൻ ഒരാൾ വരുമ്പോഴത്തേക്ക് അതിന് ടെൻഡർ വിളിക്കുന്നത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? നേരത്തെ ഇവിടെ ബ്രൂവറികളും ഡിസ്റ്റിലറിയും ഉണ്ടല്ലോ, അതെല്ലാം ഈ ഇത് വെച്ചാണ് ചെയ്തത് അല്ലല്ലോ. അത് ടെൻഡർ വിളിച്ചിട്ടല്ലല്ലോ ചെയ്ത്. ഏറ്റവും കൂടുതൽ തുറന്നു നോക്കിയിട്ട് UDFൻ്റെ കാലഘട്ടത്തിൽ അന്നൊന്നും ഈ ടെൻഡർ നോക്കിയിട്ടില്ലല്ലോ. ഇത് പറയുന്ന വെച്ചാൽ കുഴപ്പമുണ്ട്. 1999 കേരളത്തിലെ പുതിയ ഡിസ്റ്റിലറികളൊന്നും വേണ്ട എന്ന് എക്സിക്യൂട്ടീവ് ഓർഡറിനുണ്ട്. സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നിലനിൽക്കുകയാണ്. പുതിയതായിട്ട് മദ്യനയം പ്രഖ്യാപിക്കാതെയാണ് ഈ ഒയാസിസ് കമ്പനി കൊടുത്തത്. 2023-24 മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇത് വെച്ച്. നിങ്ങളത് പരിശോധിച്ചിട്ടില്ല. ഈ പരിശോധിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഇവിടെ എന്താണ് അഴിമതി നടന്നത്? ഇവർ പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ ഇതൊക്കെ ഒഴിക്കുന്നു, അങ്ങനെ ഒഴിവാക്കിയെന്ന് ആരെങ്കിലും അവിടെ പറയുന്നുണ്ടോ? ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് അവിടെ പൈസ ഇറക്കിയല്ലോ. എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ അവിടെ CPM ജയിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഒരു ആളിനെ കുറിച്ച് ഒന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. ഇത് ഞാനൊരു കാര്യം പറയണം, അവിടെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ആ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ജനങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? പാലക്കാട് CPM ജില്ലാ സമ്മേളനത്തിൽ തന്നെ പ്രാദേശിക ഘടകങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ തള്ളി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതുമായി മുന്നോട്ട് പോകും. യാതൊരു വികസനത്തിന് കുടിവെള്ളം നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞു. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഒരു വ്യവസായം വരുന്നുണ്ട്. അവിടെ ഭൂഗർഭ ജലം ഉപയോഗിക്കുന്നില്ല. അവിടെ കിടക്കുന്നത് വെള്ളം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതിയിലുള്ള വെള്ളമല്ല. കേരളത്തിൽ വ്യവസായം വരണം, പക്ഷെ കേരളത്തിന് അനുയോജ്യമായ വ്യവസായമാണ് അനുയോജ്യമല്ലേ? ഇതിവിടെ എന്താണ് ഇത് വരണോണ്ട് ഞാൻ ഒരു കാര്യം പറയാനായിട്ട്, ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ ഡിസ്റ്റിലറി ഇവിടെ പൊതുമേഖലാ ഡിസ്റ്റിലറിയായ മലബാർ ഡിസ്റ്റിലറീസിന് കൊടുക്കാനായിട്ട് വെള്ളമില്ല അവിടെ. അല്ല, അതും ഇതുമായിട്ട് വ്യത്യാസമില്ലേ? നിങ്ങൾ പറഞ്ഞത് പാലക്കാട്, ഞാൻ പറഞ്ഞത് പാലക്കാട് ഒരു ഇത് വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് താങ്കൾ തന്നെ സമ്മതിക്കുന്നു വെള്ളം കിട്ടാത്ത സ്ഥലമാണെന്ന്. അല്ല, ആണല്ലോ. ഞാൻ പറയുന്നത് എന്നും പറഞ്ഞാൽ വർഷം
5 ലക്ഷം കോടി ലിറ്റർ വെള്ളമാണ് കൊടുക്കേണ്ടത്. അല്ല, അത് ആക്കാൻ കൊടുക്കണം. അത് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ കമ്പനിക്കല്ല, വാട്ടർ അതോറിറ്റിക്ക് ആർക്കും വാട്ടർ ആയിക്കോട്ടെ. അതോറിറ്റി കുടിവെള്ള പദ്ധതിയായിട്ട് കിൻഫ്രയ്ക്ക് കൊടുക്കുന്നു. കിൻഫ്ര ഇത് കൊടുക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിൽ കുടിവെള്ളമാണല്ലോ നമുക്ക് തരുന്നത്. നമ്മൾ എന്തിനാണ് കുടിവെള്ളത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നു, നമ്മൾക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്നു, നമ്മൾ വണ്ടി കഴുകാൻ ഉപയോഗിക്കുന്നു. ഈ വെള്ളമല്ലേ? പക്ഷേ കൊടുക്കുന്നത് എന്തിനാണ്? കുടിവെള്ളം. അതൊരു ബൾക്കായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു ബൾക്ക് വാട്ടർ കിൻഫ്രയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് 95 mld കൊടുക്കുമ്പോൾ അതിൻ്റെ 10 mld ഇവരൊക്കെ കൊടുക്കുകയാണ്. അതുവഴിയേ വരണുള്ളൂ. പിന്നെ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്താലും ഇതൊക്കെ നമ്മൾ ഈ പ്രാഥമിക ഘട്ടമാണ്. ഇതൊന്നും നടപ്പിലാക്കില്ല. ഈ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളമൊന്നും അതിൻ്റെ പണിയോലും തുടങ്ങിയിട്ടില്ല. ഇവിടെ LDF പ്രതിനിധി പറയുന്നതും ഇത് പ്രാഥമിക ഘട്ടമാണ്, അഴിമതിയില്ല, വ്യവസായം മരണം, തൊഴിലില്ലായ്മ മാറണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. കോൺഗ്രസ് ശക്തമായ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് CPM-ന് എത്ര കിട്ടി, മുഖ്യമന്ത്രിക്ക് എത്ര കിട്ടി, കാര്യം വ്യക്തമാക്കിയുള്ളൂ. ഇതിന് പിന്നിൽ വലിയ അഴിമതിയാണ്, CPM ആണ് ഇക്കാര്യത്തിൽ അഴിമതി നടത്തിയിരിക്കുന്നതെന്നാണ്. പോകുന്ന പോക്കിൽ കടുംപെട്ട് നടത്തുകയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇടത് പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ജലചൂഷണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ നിസ്സാരവൽക്കരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പോയത്. അതിലൊരു കാര്യം പറയാം. 1 ലിറ്റർ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ 5-6 ലിറ്റർ വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ വ്യക്തമാണ് ഒയാസിസിൻ്റെ കണ്ണ് മലമ്പുഴ ഡാമിൽ തന്നെയാണ്. അത് ഉദ്ദേശിച്ച് തന്നെയാണ് അവർ ജലസ്രോതസ്സിൽ നിന്നും ഭൂഗർഭ ജലം എടുക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യം എവിടെയാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടും. അതേസമയം പാലക്കാട് നിന്ന് ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് കേരളത്തിന് ഈ മറ്റേ വരുമാന മാർഗം കൂടുമെന്ന് പറഞ്ഞാൽ അവർ ഓരോ ജംഗ്ഷനിലും വെച്ചിട്ട് ഡിസ്റ്റിലറി ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് അവിടെ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന സ്ഥാപനമല്ല ഇത്. ആദ്യം മനസ്സിലാക്കണം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ P. രാജീവ് കൊണ്ടുപോയത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനി എറണാകുളത്ത് കൊണ്ടുപോയതിനെ കുറിച്ചും കൂടെ ഇടത് പ്രതിനിധി ഇവിടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അവിടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് കിൻഫ്രയിലേക്ക് പോകുന്ന പ്രോജക്ട് പ്ലാനിൽ നിന്നും അവിടെ നിന്ന് ഡീവിയേഷൻ വരുത്തിയിട്ടാണ് എറണാകുളത്തേക്ക് പോയത്? അത് വ്യക്തി താല്പര്യങ്ങൾ തന്നെയാണ്. ഇൻഡസ്ട്രി മിനിസ്റ്ററിന് കൃത്യമായ ഇൻഡസ്ട്രി താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സൈസ് താല്പര്യങ്ങൾ എക്സൈസ് മിനിസ്റ്ററിനുണ്ട്. നിങ്ങൾ അത് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് വേണം ഈ പറയുന്ന പൊതുജനങ്ങളോട്. ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുള്ള പാലക്കാടുള്ള ജനങ്ങളാണ്. അവർക്ക് അവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ള സ്ഥലമാണ് അവിടെ. നിങ്ങൾ അവിടെ പാലക്കാടുള്ള ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ പാലക്കാട്ടുകാരായ ജനങ്ങളെല്ലാം ബാറിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റിലറി ജോലിക്ക് പോകേണ്ട അത്തരത്തിലുള്ള നിലവാരത്തിലുള്ള ആളുകളാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ തൊഴിൽ മാർഗത്തിൽ അല്ല മോശമാണോ നന്മയുണ്ടോ എന്നുള്ളതല്ല. കേരളത്തിൽ നിങ്ങൾ നിങ്ങൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെ മദ്യവർജനത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ മദ്യവർജനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്. ലഹരിക്ക് അടിമയായ വലിയൊരു യുവതലമുറയെ ഇവിടെ കെട്ടിപ്പടുത്തതിൽ ഉറപ്പുവരുത്തുന്നത് LDF ആണ്. NDPC കേസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ENI ഉൽപാദനത്തിന് വേണ്ടി സ്പിരിറ്റ് ഉൽപാദനത്തിന് വേണ്ടി കഴിഞ്ഞ 17 ഡിസ്റ്റിലറികളെ മലബാർ ഡിസ്റ്റിലറീസിനെ ഏൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഒയാസിസിന് മാത്രം ഇതിനൊരു 2 കൊമ്പ് പ്രത്യേകിച്ച് കൊടുത്തു? അതിൽ തന്നെ കൃത്യമായ അഴിമതി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇതിൽ പിന്നീട് അഴിമതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായ ധാരണ നമുക്കുണ്ട്. അതുപോലെ തന്നെ കേരള ഡിസ്റ്റിലറി, MB ഡിസ്റ്റിലറി ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 2 ഡിസ്റ്റിലറീസ് ആണ്. ഇത് രണ്ടും പൂട്ടിപ്പോയി ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട്. എന്തുകൊണ്ട്? ഇവർക്ക് മുൻകാലങ്ങളിൽ അനുഭവമില്ലേ? ഇത് പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ്? ഈ ജലസ്രോതസ് 1 ലക്ഷം ലിറ്റർ ജലസ്രോതസ്സിൽ നിന്നും ഇത്ര ഉൽപ്പാദനം നടത്താമെന്ന് പറഞ്ഞിട്ടാണ് ഇൻഡസ്ട്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമ്പനികൾ പ്രൊജക്ട് പ്ലാൻ കൊടുക്കുന്നത്. എന്നാൽ അവിടെ 10,000 ലിറ്റർ പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അത് മനസ്സിലാക്കാതെയാണ് ഇവിടെ വികസനമെന്നും ഇവിടെ വലിയ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കർണാടകയും ആന്ധ്രയും താരതമ്യം ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇവിടെ ചെയ്യരുത്. അവിടെ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർഷിക വികസനത്തിന് വേണ്ടി അതാത് സർക്കാരുകൾ ആ സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അത്തരത്തിൽ കർഷകർ പിന്നെ എന്ത് ചെയ്യണം? ഇവർ കൊടുക്കുന്ന ഈ പറയുന്ന ഒയാസിസ് കമ്പനി കൊടുക്കുന്ന ഔദാര്യം പോലെ കൊടുക്കുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച 5 ഏക്കറിൽ കൃഷി ചെയ്യുന്ന നക്കാപ്പിച്ച കൊടുത്തിട്ട് അവിടെ നിന്ന് ജീവിച്ചു പോകണമെന്നാണോ? അല്ലെങ്കിൽ ഇതെന്താ കുടിൽ വ്യവസായമാണോ? അതിൽ ഈ വിദ്യാസമ്പന്നരായ വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ അവിടെയുണ്ട്. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ വിശാലമായ മനസ്സാണ് ഉള്ളത്. നിങ്ങൾക്ക് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോജക്റ്റുകൾ കഞ്ചിക്കോട് ഉൾപ്പെടെ വരുന്ന പ്രോജക്റ്റ് നിങ്ങൾക്കറിയാമല്ലോ. കഞ്ചിക്കോട് വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്കറിയാം. ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ പലതും പൂട്ടിക്കിടക്കുകയാണ്. അവിടെ എല്ലാം പ്രവർത്തന അനുമതി കൊടുത്തുകൊണ്ട് ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കൊടുത്താൽ തന്നെ നിങ്ങൾ ആ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് പൂർണ്ണമായി തൊഴിൽ ലഭിക്കും. നിങ്ങൾ ഈ അവകാശപ്പെടുന്ന ഒന്നും തന്നെ ഈ പാലക്കാട് ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. മാത്രവുമല്ല തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല
ഇല്ല എന്നുള്ള കണക്കിൽ തന്നെ ആ വ്യാവസായിക പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ സെല്ലിങ്ങിന് ഭാഗമായി ബന്ധപ്പെട്ട് നമുക്ക് തമിഴ്നാട്ടിൽ വിൽപ്പന നടത്താനും കഴിയുന്ന തരത്തിലാണ്. നിങ്ങൾ മദ്യശാലകൾ അവിടെ തന്നെ ഈ കഞ്ചിക്കോട് തന്നെ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഭാഗത്തിൽ മറ്റ് വേറെ കൃത്രിമം വേറെയുമുണ്ട്. കാരണം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തുക ചെലവഴിച്ചിരിക്കുന്നത് ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ കഞ്ചിക്കോട് തന്നെയാണ്. അത് നമ്മൾ ഒരു വർഷം മുൻപ് നമ്മൾ കണ്ടതാണ്. അവിടെ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. അത് സംസ്ഥാന സർക്കാരിനെ കൂടെ അതിനുള്ളിൽ ഭാഗമാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രോജക്റ്റ് പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ കേരള സർക്കാർ എന്തോ വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കി, നടപ്പിലാക്കി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർ ഈ പറയുന്ന മദ്യശാലയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കഞ്ചിക്കോട് വലിയൊരു വ്യവസായ മേഖലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കോടിക്കണക്കിന് രൂപ അനുവദിക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായങ്ങൾ വരും, തൊഴിൽ ലഭിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ വ്യവസായത്തിന് വേണ്ടി അല്ലെങ്കിൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയാണ് ഈ മദ്യനിർമ്മാണശാല കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാം? അതൊരിക്കലുമല്ല. ഇപ്പം കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറഞ്ഞത് തന്നെയാണ് അത് കാര്യം. കാരണം ഒരു മദ്യനിർമ്മാണശാല അല്ലെങ്കിൽ ഇങ്ങനെ സംഗതി ഇത്രയൊരു സംഭവം ഇതിലൂടെ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? ഈ പാലക്കാട് ഒരു ഇൻഡസ്ട്രിയൽ സെൻ്ററാക്കിയിട്ട് എത്രയോ വർഷം മുമ്പ് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അത് മുന്നോട്ട് പോകാത്തത് അല്ലെങ്കിൽ തുറന്ന കമ്പനികളൊക്കെ പൂട്ടിപ്പോയത് ഇവിടുത്തെ ഗവൺമെൻറ്റുകളുടെ പരാജയമാണ്, അല്ലെങ്കിൽ അവരുടെ പിടിപ്പുകേടാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുതിയ കേന്ദ്ര ഗവൺമെൻറ് നയം അനുസരിച്ചിട്ട് മേക്കിംഗ് ഇന്ത്യ പദ്ധതിപ്പെടുത്തി ധാരാളം പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ പറ്റും. പല കാരണങ്ങൾ കൊണ്ടും വൈബിളായിട്ടുള്ള പ്രൊജക്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് അങ്ങനെ അവിടുത്തെ ആ ബന്ധപ്പെട്ട വകുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റുകളായിട്ട് വന്നവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒപ്പം നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് മേടിക്കാനും കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടോടുകൂടി വലിയ വ്യവസായം തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നില്ല. കാരണം നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളോടും സംസ്ഥാന സർക്കാരിന് ഒരു പേടിയാണ്. ഇത് വന്നാൽ എന്തോ നരേന്ദ്രമോദിയുടെ പരിപാടി അല്ലെ BJPയുടെ പരിപാടി എന്ന നിലയിൽ ഒരു BJPക്ക് അനുകൂലമായ മാനസികാവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഭയം തുടക്കം മുതലേ നമുക്കുണ്ട്. നമുക്കറിയാം ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വന്നപ്പം ഇവിടെ കേരളം അതിനോട് പുറംതിരിഞ്ഞു നിന്നു. കർഷകർക്ക് നേരിട്ട് അവരുടെ അവർക്ക് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആ പദ്ധതി വന്നപ്പോൾ ഇവിടെ അതിനെതിരായിരുന്നു. ഇങ്ങനെ വലിയ പദ്ധതികളും ഉൾപ്പെടെ ഇതുപോലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ധാരാളം പദ്ധതികളാണ് ഉള്ളത്. ആ പദ്ധതികളുടെയൊക്കെ ലിസ്റ്റ് വെച്ചാൽ നമുക്ക് തന്നെ അത്ഭുതപ്പെടും. കാരണം നിരവധി പദ്ധതികളുണ്ട്. അതൊക്കെ ഇവിടുത്തെ ചെറുകിട വ്യവസായ വകുപ്പ്, അതുപോലെ ഇവിടുത്തെ വ്യവസായ വകുപ്പുകൾ, അത് ഓരോരോ ഏജൻസികൾ, സ്റ്റേറ്റ് ഏജൻസികളാണ് അതിൻ്റെ മോണിറ്ററിങ് ഏജൻസിയായിട്ട് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഏജൻസികൾ. അവരുടെ മുമ്പിൽ വരുന്ന പ്രൊജക്റ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് ഓരോ സ്കീമിലേക്ക് ചാനലൈസ് ചെയ്ത് ആൾക്കാർക്ക് ധാരാളം തൊഴിൽ കിട്ടുന്ന ഒത്തിരി കേസുകളുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യവസായവും ആ ഒരു ചാനലിൽ വന്നതാകാം, അതെനിക്ക് അതിൻ്റെ കൃത്യം അറിഞ്ഞു. പക്ഷേ അങ്ങനെ വരുമ്പം തന്നെ അത് നമുക്ക് കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനും കേരളത്തിൻ്റെ മാനസികാവസ്ഥയ്ക്കും ചേരുന്ന സംഗതിയല്ല വേണ്ടത്. ഇവിടെ ചോദിക്കുന്നത് അങ്ങനെ ഡിസ്റ്റിലറി വന്നാൽ എന്താ വെള്ളം കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ കൊക്കക്കോളയ്ക്കെതിരെ എതിർത്ത്. ഞാനൊരു മദ്യ വിരോധിയൊന്നുമല്ല, മദ്യം കുടിക്കുന്നവരോടൊന്നും അവരെന്താ മോശക്കാരെന്നുള്ള ഇതിൽ ചിന്തിക്കുന്നതാണ്. പക്ഷേ മദ്യവിഭോഗം മനുഷ്യനെ നശിപ്പിക്കും. മയക്കുമരുന്ന് ഇപ്പോൾ തന്നെ കേരളം ഫേസ് ചെയ്യുന്ന പല ട്രാജഡികളുടെയും പിന്നിൽ മദ്യവും മയക്കുമരുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് തലയ്ക്ക് ബോധമുള്ള എല്ലാവരും പറയുന്നത് ഇത് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പം ഭരിക്കുന്നത്. പ്രകടനപത്രത്തിൽ എഴുതി വെച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാലും മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കും, മദ്യത്തിനെതിരാതെയുള്ള ക്യാമ്പയിൻ ശക്തമാക്കും, ജനങ്ങളെ ബോധവൽക്കരിക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി മേടിച്ചുകൊണ്ട്, ജനങ്ങളെ പിന്തുണ മേടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പം മദ്യം ഒഴുക്കുക. കേരളത്തിൻ്റെ മനസാക്ഷിയോ കേരളത്തിൻ്റെ മനുഷ്യരെയോ കേരളത്തിൻ്റെ മനസ്സിനെയോ ഒന്നും അറിഞ്ഞുള്ള ഒരു പ്രവൃത്തിയല്ല ഇത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ CPIയുടെ നേതാക്കന്മാർ എത്തുന്നു പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി കൂടെ മനസാക്ഷി കാണും, അല്ലെങ്കിൽ അവർക്ക് വിഹിതം കിട്ടിയത് കുറഞ്ഞു കാണും. എന്തായാലും ഇതിനകത്ത് അഴിമതി ഇല്ലാതെ ഒന്നും ഇത്രയൊരു കാര്യം ചെയ്യുന്നത് എൻ്റെ മാത്യു നമുക്കറിയാമല്ലോ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഒരു വ്യവസായം കൊണ്ടുവരണമെങ്കിൽ ഈ രാജീവോ അല്ലെങ്കിൽ രാജേഷൊക്കെ വിചാരിച്ച നല്ലൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ അതിനെ രാഷ്ട്രീയം എന്തായാലും നിങ്ങൾ എതിർക്കുമെന്ന് തോന്നുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് ഒരു പ്രോജക്റ്റുമായിട്ട് ചെന്നാൽ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചുമ്മാ ഞങ്ങൾക്ക് ഇത്ര കോടി തരാമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ലായിരിക്കും. നിങ്ങൾ വൈബിളായിട്ടുള്ള പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു പ്രൊജക്റ്റും റിജക്റ്റ് ചെയ്തില്ല. അത് ഇപ്പോഴല്ല, നമുക്കറിയാം. അത് പരസ്യമായിട്ട് പറഞ്ഞൊരു മന്ത്രി നമുക്കുണ്ടാകും, ജി സുധാകരൻ. ഇപ്പോൾ അദ്ദേഹം CPMൻ്റെ വെളിപ്രദേശത്ത് നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ പ്രപ്പോസൽ കൊണ്ടുവരൂ, പ്രൊജക്റ്റ് കൊണ്ടുവരൂ, ഫണ്ട് ഒരു പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇവിടെ രണ്ടുപേരും ചൂണ്ടിക്കാട്ടിയത് വ്യവസായവൽക്കരണത്തിൻ്റെ മറവിൽ, തൊഴിലില്ലായ്മയുടെ മറവിൽ ഇത്തരം ഒരു മദ്യഭീമനെ കൊണ്ടുവന്ന് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് നേട്ടത്തിന് വേണ്ടിയാണ്, ഇതിന് പിന്നിൽ അഴിമതി എന്ന ആരോപണം അടിവരയിടുകയാണ് ഇത്തരത്തിൽ ഉള്ള വിശദീകരണം കാണണം.
നോക്കൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ വളരെ അർത്ഥശങ്കയ്ക്ക് ഇല്ലാതെ തന്നെ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രിയും പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ജോലി എന്ന് വെച്ചാൽ കുടിവെള്ള പദ്ധതി കൊടുക്കുക. ആ കുടിവെള്ള പദ്ധതി ജനജീവ മിഷൻ വഴി നമ്മൾ 2014 17% ഉണ്ടായിരുന്നത് അവിടെ നിന്ന് 43% ആൾക്കാർക്കാണ് കൊടുത്തത്. എത്ര? 53% കൂടെ. ഇത് നമ്മളെയല്ല, കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടാണ്. നോക്കൂ, അപ്പം അത്രയും കുടിവെള്ള പദ്ധതി ജലജീവ മിഷൻ വഴി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഒരിക്കലും കിൻഫ്രയ്ക്കാണ് കൊടുക്കുന്നത്. അത് അതിൽ നിന്നാണ് ബ്ലൈൻഡ് അങ്ങനെ ജൽജീവൻ പദ്ധതി ജലജീവൻ ഇതുവരെ കൊടുത്തിട്ടുള്ള കാര്യമാണ് പൂർത്തീകരിക്കാൻ നമുക്ക് അതാ പറയുന്നത്. ഒരു പ്രോജക്ട് പൂർത്തീകരിക്കാതെയാണ് നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. 3% കൊടുത്തെന്നാണ് പറഞ്ഞത്. ജൽജീവൻ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ആ പ്രോജക്ട് അവസാനം എങ്ങനെ അനുമതി കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ട് ജലജീവ മാക്സിമം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ഔദാര്യമാണോ? 52% നടപ്പിലാക്കി നല്ല പറയേണ്ടത്. 100% നടപ്പിലാക്കിയതിനു ശേഷം UDF പോയപ്പോൾ ജൽജീവൻ ജലസേചന പ്രക്രിയ പ്രകാരമാണ്. അല്ലാതെ അവിടെ വെള്ളം പണ്ട് പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കയ്യിൽ കോരി കുടിച്ചോണ്ടിരുന്ന വെള്ളത്തിന്റെ രീതി അല്ലല്ലോ ഇപ്പോഴും ഈ 2025 വെള്ളം കൊടുക്കുന്നത് പറഞ്ഞ് എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ കഴിയും? നമ്മൾ ഒരിക്കലും ആ കമ്പനിയായിട്ട് യാതൊരു ഇതും ഇല്ലെന്നേ. ഇപ്പൊ ജലസേന വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരു കമ്പനി ഏതോ കമ്പനി വരട്ടെ, സർക്കാർ പറയാം ഞങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാതെ ഒരു കമ്പനി വരില്ലല്ലോ. ഞാൻ നേരത്തെ നിങ്ങളൊരു കാര്യം, നമ്മളെ വീട്ടിൽ നമ്മൾ തരണമെന്ന് വെച്ചാൽ നമ്മൾ കുടിവെള്ള പദ്ധതി കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തരണത്. ആ കുടിവെള്ളത്തിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം. നമ്മൾ ആ കുടിവെള്ളത്തിന് മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്ന മന്ത്രിസഭാ തീരുമാനം വലിയൊരു അഴിമതിക്ക് ഇത് പിന്നിലുണ്ട് എന്ന ആരോപണം വളരെ ശക്തമാണ്. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ ഉചിതമായ ഒരു മറുപടി വിശദീകരണം നൽകാൻ പോലും LDF കഴിഞ്ഞിട്ടില്ല, CPM കഴിഞ്ഞിട്ടില്ല, CPM കഴിഞ്ഞിട്ടില്ല. LDF ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പവർ പോയിന്റ് സമാപിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.